വട്ടമേശ ഇന്ന് ഒരു മെഡിക്കൽ വിഷയത്തിലേക്ക് കടക്കുകയാണ്. അവയവദാനമാണ് വിഷയം. ഓർഗൻ ട്രാൻസ്പ്ലാന്റ്. ഇന്ന് കിഡ്നി, കരൾ, കണ്ണ് തുടങ്ങി അവയവങ്ങൾ മാറ്റിവെക്കുക എന്നത് ആരോഗ്യശാസ്ത്രത്തിൽ, മെഡിക്കൽ ശാസ്ത്രത്തിൽ ഒരു വിഷയമേ അല്ല. പക്ഷെ കേരളത്തിൽ വലിയ പ്രതിസന്ധി അതിനുണ്ട്. ഔദ്യോഗികമായ നിലയിലുണ്ട്. പൊതു സമൂഹത്തിൽ ഒരു പ്രശ്നം എന്ന നിലയിലും അതിന് തടസ്സങ്ങൾ ഏറെ. അവയവദാനം എന്താണ് അത് നേരിടുന്ന പ്രശ്നങ്ങൾ? വട്ടമേശയിൽ ഇന്ന് പങ്കെടുക്കുന്നത് 3 പ്രമുഖ ഡോക്ടർമാരാണ്. ഒപ്പം അതിനൊക്കെ നേതൃത്വം നൽകുന്ന, ഉപദേശം നൽകുന്ന ഒരു കൗൺസിലറും, ഡോക്ടർ RC ശ്രീകുമാർ. അദ്ദേഹം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. അതിൻ്റെ റിസർച്ച് സെൽ ചെയർമാൻ കൂടിയാണ്. ഡോക്ടർ HV ഈശ്വർ, തിരുവനന്തപുരത്തിലെ ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ പ്രൊഫസർ ന്യൂറോ സർജറി. ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ നെഫ്രോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ. അദ്ദേഹം മൃതസഞ്ജീവിനി പദ്ധതിയുടെ നോഡൽ ഓഫീസറാണ്. സർക്കാരിൻ്റെ പദ്ധതിയാണത്. ആ പദ്ധതിയുടെ കാഴ്ചപ്പാട്, അതിൻ്റെ ദൗത്യം എന്ന് പറയുന്നത് ഈ ഓർഗൻ അവയവദാനത്തിനുള്ള നേതൃത്വം കൊടുക്കുക എന്നത് തന്നെ. അതേ വിഭാഗത്തിൽ മൃതസഞ്ജീവനിയിലെ ഒരു കോർഡിനേറ്റർ ആണ് വിനോദ് കുമാർ. നമുക്ക് ചർച്ച ആരംഭിക്കാം. ആദ്യം ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്, ഇതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ പറയുകയാണെങ്കിൽ എന്താണ് ഈ അവയവദാനം എന്നുള്ളത് കേരളത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ? മെഡിക്കൽ ശാസ്ത്രരംഗത്തൊരു വലിയൊരു മുന്നേറ്റമാണ് ഈ അവയവദാന ശസ്ത്രക്രിയ. അതായത് ഒരു എൻഡ് സ്റ്റേജ് ഓർഗൻ ഫെയിലിയർ ഉള്ള ആൾക്കൊരു നമ്മൾ പുതിയൊരു ജീവിതം കൊടുക്കുക. പുതിയൊരു ജീവിതം കൊടുക്കുന്ന ഒരു പുതിയൊരു ഓർഗൻ വെച്ച് കൊടുത്തിട്ടാണ്. അപ്പോൾ അവർക്കൊരു പുതുജീവൻ കൊടുക്കാനുള്ള വൈദ്യശാസ്ത്രത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ട്രീറ്റ്മെൻറ്റ് ഫോമാണ് ഈ ട്രാൻസ്പ്ലാന്റ് പ്രോഗ്രാം. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഓർഗൻ കിട്ടും? ഓർഗൻ കിട്ടുന്നത് ഒന്ന് ജീവിച്ചിൽ നിന്ന് എടുക്കാം. അത് നമുക്ക് കിഡ്നി മാത്രമേ പറ്റുള്ളൂ, ലിവറിൻ്റെ ഒരു കുറച്ച് പോർഷൻ, ഹാർട്ടും സ്മോൾ ഇൻറ്റസ്റ്റൈൻ, പാങ്ക്രിയാസ്, ഇതെല്ലാം നമുക്ക് മസ്തിഷ്കമനാന്തര അവയവദാനത്തിലൂടെ നടക്കുകയുള്ളൂ. മരിച്ചവരിൽ നിന്ന് മാത്രമേ. ഈ ലൈവിൽ തന്നെ നിയമപരമായി ലൈവ് റിലേറ്റഡ് ഡൊണേഷൻ, അതായത് രക്തബന്ധുക്കളിൽ നിന്ന് മാത്രം എടുക്കാനാണ് നിയമം അനുശാസിക്കുന്നത്. ബന്ധുവേതര അവയവദാനത്തിന് വളരെ കർക്കശമായ റെഗുലേഷൻസ് ഉണ്ട്. നിബന്ധനകൾ കൂടെ പല കമ്മിറ്റികളിൽ കൂടെയും പല സർട്ടിഫിക്കറ്റും തെളിയിച്ച ശേഷം മാത്രമേ നമുക്ക് ബന്ധുവേതര അവയവം കിട്ടുകയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചലഞ്ച്. അപ്പോൾ ഇവിടെ എന്താണ് നീഡെന്നാണ് നമ്മുടെ എന്തുമാത്രം ആവശ്യക്കാരുണ്ട് അതാണ്. അത് കേരളത്തിൽ ഇപ്പോൾ ഞങ്ങളുടെ മൃതസഞ്ജീവനി എന്ന് പറയുന്ന അവയവ വിന്യാസത്തിനും അവയവ കൈമാറ്റത്തിനും ഒക്കെ നേതൃത്വം നൽകുന്നത് സർക്കാർ ഏജൻസിയാണ്. അവിടെ മാത്രം കിഡ്നിക്കായിട്ട് ഏകദേശം 1700 ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴുണ്ട്. ഇതുവരെയായിട്ട് നമ്മളൊരു ടോട്ടൽ ഓർഗൻസ് 770 കൊടുത്തു ഞങ്ങൾ. അതായത് 271 അവയവദാതാക്കളിൽ നിന്ന് 770 ഓർഗൻസ് കൊടുത്തു. വിദേശ രാജ്യങ്ങളിൽ കിടപിടിക്കുന്ന ചികിത്സാ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ്. നല്ല വളരെ ടെക്നിക്കലി എക്സ്പെർട്ടായ ഡോക്ടർമാരുണ്ട്. അപ്പൊ ഇപ്പോഴത്തെ പ്രശ്നം അവയവമില്ല, നമുക്ക് കൈ മാറ്റിവെക്കാൻ ഓർഗൻസ് കിട്ടുന്നില്ല. അതാണ് നമ്മുടെ ചലഞ്ച്. പിന്നെ വൃക്കയിലോട്ട് വരികയാണെങ്കിൽ കേരളത്തിൽ ഏകദേശം 150ഓളം ഡയാലിസിസ് സെന്ററുകളുണ്ട്. അതിൽ 15000 പേഷ്യൻസ് ഡയാലിസിസിലുണ്ട്. ഇവരിൽ എല്ലാവരും വൃക്കാവശ്യമുള്ളവരെയാണ്. 15,000 പേരും വൃക്കാവശ്യമുള്ളവരാണ്. പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നത് 1700. എന്തുകൊണ്ടാണ്? ആ ഗ്യാപ്പിന്റെ കാരണം അവർക്ക് പ്രതീക്ഷയില്ല അവയവം കിട്ടുമെന്ന്. ഈ 1700 പേർക്ക് നമ്മൾ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് അവയവം കൊടുക്കാൻ പറ്റിയാൽ ഒരു 15 വർഷം എടുക്കും. അതായത് ഒരു വർഷം 5 or 6 അവയവദാനം നടക്കുന്നത് കേരളത്തിൽ എല്ലാ ആശുപത്രികളും കൂടെ. മസ്തിഷ്കമനാനന്തര അവയവദാനമാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. 1700 പേർക്ക് കൊടുക്കണമെങ്കിൽ 15-20 വർഷം എടുക്കും. അപ്പോൾ ആളുകൾക്ക് പ്രതീക്ഷയില്ല. ഈ ഡയാലിസിസ് രോഗികൾ ഭൂരിഭാഗവും ഒരു 5-10 വർഷത്തിനകത്ത് മരിച്ചിരിക്കും. അപ്പോൾ അവർക്ക് പ്രതീക്ഷയില്ല. അതുകൊണ്ട് പിന്നെ രണ്ടാമത് ജീവിച്ചിരുന്നുള്ള അവയവം, അത് നമ്മൾ ഇപ്പോൾ കേരളത്തിലെ അണുകുടുംബങ്ങളാണ്. ഒരു സഹോദരൻ, ഒരു സഹോദരി. അപ്പോൾ റിലേറ്റഡ് അല്ലെങ്കിൽ രക്തഗ്രൂപ്പ് വ്യത്യാസമായിരിക്കും. അപ്പോൾ ലൈവ് റിലേറ്റഡ് ഡൊണേഷനും പരിമിതികളുണ്ട്. അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഡയബറ്റീസ് ആയിരിക്കും. അപ്പോൾ നമുക്ക് ബന്ധു ഇല്ല ഡൊണേറ്റ് ചെയ്യാൻ. പിന്നെ ഉള്ളത് നമ്മൾ അണ്ടർലി ഡൊണേഷൻ. അത് നമുക്ക് തരാൻ ഒരു അഭിലാഷം ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ഒരു സാമ്പത്തിക ഇടപാടുകൾ നിയമപരമായിട്ട് അതും റെഗുലേറ്റഡ് ആണ്. വളരെ സ്ട്രിക്ട്ലി റെഗുലേറ്റഡ്. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് പ്രകാരം
അവയവം കച്ചവടത്തിനുള്ളതല്ല എന്ന് വളരെ വളരെ ശക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ബന്ധുവേതര അവയവങ്ങളെല്ലാം ഈ കമ്മിറ്റിയിൽ വെക്കുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് അവർ ഫോക്കസ് ചെയ്യുന്ന ഇത് ട്രാൻസാക്ഷൻസ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രാൻസാക്ഷൻസ് ഉണ്ടെങ്കിൽ 25 ലക്ഷം രൂപ ചികിത്സിക്കുന്ന ഡോക്ടർ മൂലം പിഴയും 10 വർഷം കണ്ണടവുമാണ് അതിൽ ശിക്ഷ. അപ്പൊ ഈ ഒരു ഡോക്ടർ അറിയണമെന്നില്ല. അതാണ് അറിയണമെന്നില്ല, നമ്മൾക്ക് ഫേക്ക് ചെയ്യാം ഇതാണെന്ന്. അപ്പൊ ഇതെല്ലാം ഒരു ഡേഞ്ചർ. അപ്പൊ സാധാരണക്കാരെ സംബന്ധിച്ചോളം ഇത് ഈ പൊല്ലാപ്പുകൾക്കൊന്നും പോകാതെ ഡയാലിസിസ് മതി, ഞങ്ങളിങ്ങനെ ജീവിച്ചോളാം എന്നുള്ള തീരുമാനത്തിൽ എടുക്കുന്നതുകൊണ്ടാണ് ഈ 17,000 ഡയാലിസിസ് വെറും 1,700 പേരെ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുള്ളത്. അപ്പൊ നീഡ് ഒരു ഇതിൽ നിന്നും 10 മടങ്ങാണ്. ഈ വെയിറ്റിംഗ് ലിസ്റ്റ് നിന്നും 10 മടങ്ങാണ് നമ്മുടെ ആവശ്യം. രജിസ്റ്റർ ചെയ്യപ്പെടുന്നവർ ഇത്രയും. അവയവം വരും. നമ്മൾ കഴിഞ്ഞ ഒരു വർഷം 7 ഡൊണേഷൻസ് ആണ് നടന്നത്. അത് 14 കിഡ്നി, ആവശ്യക്കാരോ 15,000-ഓളം. ഇതിൻ്റെ കൂടെ വേറൊരു വശം കൂടെ നമ്മൾ കാണേണ്ടത് കേരളത്തിൽ റോഡ് അപകട മരണങ്ങൾ ഏകദേശം 2,500-ഓളം റോഡ് അപകട മരണം, 4,000-ഓളം റോഡ് അപകട മരണം. ഈ 4,000-ഓളം റോഡ് അപകട മരണങ്ങൾ നമുക്ക് 6 ഡൊണേഷനേ നമുക്ക് പറ്റുന്നുള്ളൂ. ഈ റോഡ് അപകട മരണങ്ങളിൽ കൂടുതൽ മരണങ്ങൾ, അത് ഈശ്വർ കുറച്ചും കൂടെ വിശദമായി പറയുമായിരിക്കും, അതിൽ മെജോറിറ്റിയും മസ്തിഷ്ക മരണങ്ങളാണ് സംഭവിക്കുന്നത്. ബ്രെയിൻ ഡെഡ്, നമുക്ക് ട്രോമ, ഹെഡിലുള്ള ട്രോമ, ഹെൽമെറ്റ് വെക്കാതെ അങ്ങനെയൊക്കെ. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു സാഹചര്യം നമ്മൾ എന്തുകൊണ്ട് ഉപയോഗിക്കപ്പെടുന്നത്, നമ്മൾ മരിക്കണമെന്നല്ല ഞാൻ പറയുന്നത്, ഈ മരിച്ചവരിൽ നിന്ന് എന്തുകൊണ്ട് നമുക്ക് ഈ ഗ്യാപ്പ് 2,000 പേര് മരിക്കുകയും വെറും നമുക്ക് 6 ഡൊണേഷനേ ഉള്ളൂ, ഈ ഗ്യാപ്പ് എന്തുകൊണ്ടാണ്? അതാണ് നമ്മുടെ മെഡിക്കൽ സമൂഹവും നമ്മുടെ സൊസൈറ്റിയും ചർച്ച ചെയ്യപ്പെടുന്നത്. ഡോക്ടർ ആസി ശ്രീകുമാർ, ഒരു വലിയൊരു രൂക്ഷമായി ഞാൻ ഈ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുമ്പോൾ ഈ പ്രതിസന്ധി ആണ് എന്നും ഈ പ്രതിസന്ധി ഇത്ര രൂക്ഷമാണെന്ന് ഞാൻ കരുതിയിരുന്നില്ല. നമ്മളിതൊന്ന് സംസാരിക്കുമ്പോഴും ആ ലെവലിലേക്ക് വന്നില്ല. ഇത് ഒരു വശത്ത് കച്ചവടത്തിനുള്ള സാധ്യതകൾ, തീർച്ചയായിട്ടും ആ കച്ചവടത്തിനുള്ള സാധ്യതകൾ ഉപയോഗിക്കുന്നവർ ഉണ്ടാവാം, അതിനകത്തൊരു മിഡിൽമെൻ കാണുമായിരിക്കും, ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ കച്ചവടത്തിൻ്റെ പേരിൽ, കച്ചവട സാധ്യതയുടെ പേരിൽ ഒരു വലിയ സാധ്യത അടയുകയാണ്, അല്ലെങ്കിൽ അടച്ചു വയ്ക്കുകയാണ്. എന്താണ് അതിൻ്റെ ഒരു ഇപ്പോഴത്തെ സ്റ്റാറ്റസ്? ഇതൊക്കെ പറഞ്ഞാൽ വളരെ ശരിയായൊരു കാര്യമാണ്. ഡോക്ടർ നോബൽ പറഞ്ഞ നിർത്തി ഞാൻ തുടങ്ങട്ടെ. ഇത്രയും വലിയ ആവശ്യക്കാരുണ്ട്. ഇന്ന് കേരളം നടക്കുന്ന വളരെ തുച്ഛമായ ലൈഫ് ജീവനത്തിൽ നിന്നും അവയവങ്ങളെടുത്ത് ചെയ്യുന്ന വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഇതിലുള്ള മധ്യവർത്തി ആൾക്കാരുടെ ഇടപെടലുകൾ, അത് പൂർണ്ണമായും പണം ഉപയോഗിച്ച് മാത്രമായിരുന്നു ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്. വില പറയുക, ആൾക്കാരെ മുട്ടിച്ചേരണമെങ്കിൽ വില പറഞ്ഞാലും ആ രോഗിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഡോക്ടറുടെ സുഹൃത്തായ ഡോക്ടർക്ക് ചേരുന്നതായിരിക്കണ്ടേ? അതാണ് ഈ ചേർന്ന ചർച്ചയ്ക്ക് പോലും നമ്മൾ ഒരുപാട് പണം നൽകേണ്ടി വരുന്നു. ആദ്യമായിട്ട് നമ്മളത് ലക്ഷങ്ങൾ ആവശ്യപ്പെടുന്നത്. എന്നാലും ഒരു 3-4-5 ലക്ഷം 6 ലക്ഷം 7 ലക്ഷം രൂപ കണക്കുകൾ പോകുന്നുണ്ട്. സംസാരിക്കാൻ ഇടനിലക്കാർ പോലും ഇതിൽ വളരെ വലിയ കച്ചവട താല്പര്യമുള്ളതാണ്. ഡോക്ടർ, ഞാനൊരു ബിസിനസ് ടീംസ് ഉപയോഗിച്ചാലേ നമുക്ക് സാധാരണ കേരളത്തിലെ ഇന്ന ടെലിവിഷൻ മാർക്കറ്റ് ഇത്ര രൂപയുടെ മാർക്കറ്റ് എന്ന് പറയും, കിഡ്നി മാർക്കറ്റ് എത്ര രൂപയുടേതാണ്? ചിലപ്പോൾ ഒരു 100-150 കോടി രൂപ. 150 കോടി. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ചെയ്യുന്നതിന് തുല്യമായ ആൾക്കാർ പുറത്തു പോകുന്നുണ്ട്, പുറം സംസ്ഥാനങ്ങളിൽ പുറത്തു പോകുന്നുണ്ട്. ഇതിൽ പലപ്പോഴും മധ്യവർത്തി ഏജൻസ്, മിഡിൽമെൻ ഇൻവോൾവ് ആയിട്ടുള്ള യാത്രകളാണ്. കാര്യം അവരാണ് നിങ്ങൾക്ക് അവയൊപ്പിച്ച് തരാം എന്ന് പറഞ്ഞിട്ട് ആൾക്കാർ 150 കോടിയോളം, 100 കോടി എന്തായാലും 100 കോടി രൂപയുടെ കിഡ്നി കച്ചവടം കേരളത്തിൽ നടക്കുന്നുണ്ടാവും. നമ്മുടെ ഒരു കണക്കൂട്ടൽ അങ്ങനെയാണ്. ഡോക്ടർ IMA റിസർച്ച് സെല്ലിന്റെ കൺവീനറാണ് ഈ പറയുന്നത്. ഇന്ത്യൻ മെഡിക്കൽ വളരെ വലിയൊരു മാർക്കറ്റാണ്. ഡിമാൻഡ് സപ്ലൈ ഗ്യാപ്പ് ഭയങ്കരമായിട്ട്. പിന്നെ ഈ ആവശ്യക്കാരൻ ജീവനുമായിട്ട് മല്ലിടുന്ന ആൾക്കാരാണ്. അവിടെയാണ് ആ ഒരു, അതാണ് അവര് ചൂഷണം ചെയ്യപ്പെടുകയാണ്. ആക്ച്വലി രോഗി ചൂഷണം ചെയ്യപ്പെടുകയാണ്. ഏറ്റവും നല്ല ഡയാലിസിസ് ഫെസിലിറ്റി ഉള്ള ഒരാൾക്ക് പോലും ചിലപ്പോൾ ഒരു 4-5 വർഷം നീട്ടാൻ സാധിക്കത്തില്ല. ഇത് കുടുംബക്കാർക്കും അറിയാം. അതായത് 100 കോടിയുടെ മാർക്കറ്റ് നമ്മളറിയാതെ, ഇവിടുത്തെ മാധ്യമങ്ങൾ അറിയാതെ, മാധ്യമ പ്രവർത്തകരറിയാതെ, എന്നെ പോലെയുള്ളവർ അറിയാതെ കേരളത്തിന്റെ ഈ പരസ്യമായിട്ട് നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഡോക്ടർ? ഈ സമൂഹത്തിന്റെ ഒരു വലിയ പ്രശ്നമല്ലേ? ഗവൺമെന്റ് അറിയുന്നില്ല. ഇതിന്റെ പിന്നെ വലിയ ഒരു മേഖല കണ്ടുകൊണ്ടാണ് IMA തന്നെ ഇന്ന് സുപ്രീം കോടതിയിൽ കേസിൽ പങ്കാളിയായിരിക്കുന്നത്. ഒരു മാർക്കറ്റുണ്ട്, ബ്ലാക്ക് മാർക്കറ്റുണ്ട്. നമ്മൾ ഒരിക്കലും അംഗീകരിക്കാനാവാത്ത ഒരു വലിയ കച്ചവടം, 100 കോടി രൂപയുടെ ഏകദേശം വരുന്ന ഒരു മേഖല. ആ മേഖല എന്ന് പറയുന്നത് അത് ശക്തിയുള്ളതായിരിക്കും. മണിപ്പവറുണ്ടവർക്ക്, ഭയങ്കര മണിപ്പവറുണ്ട്. പൊളിറ്റിക്കൽ പവറുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ
അതിന് കാരണം എന്താ? ഇത്ര ഒരു മേഖല പഠനം കാരണം ഈ മരിച്ചവരുടെ ഇതെടുക്കാൻ തടസ്സപ്പെടുന്നത് കൊണ്ടല്ലേ? അങ്ങനെ തടസ്സപ്പെടുത്തുന്ന ശക്തികളുടെ പിന്നിൽ ഈ ഓർഗൻ ഇടനിലക്കാരുണ്ടോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവയവദാനം രണ്ട് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത്. ഒന്ന്, ജീവിച്ചിരിക്കുന്ന ആൾക്കാരുടെ അവയവം, അതിലാണ് ഈ കച്ചവടം നടക്കുന്നത്. ഒരു ന്യൂറോ സർജൻ എന്ന നിലയ്ക്ക് മസ്തിഷ്ക മരണാനന്തര അവയവദാനം, അതിൽ കൂടെ വരുന്നതാണ് ഏറ്റവും നല്ല അവയവങ്ങൾ. മനസ്സിലായി? ഈ കച്ചവടമില്ല. ഒരാളുടെ മസ്തിഷ്ക മരണം സംഭവിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 കിഡ്നി, 1 കരള്, 1 ഹൃദയം, 1 പാൻക്രിയാസ്, കയ്യിലെ തൊലി, 2 കണ്ണുകൾ, ഇത്രയും നമുക്ക് കൊടുക്കുവാൻ സാധിക്കും. ഇത്രയും മരണം സംഭവിക്കുമ്പോൾ നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു പ്രവൃത്തി, സഹജീവികൾ 6ഓളം സഹജീവികൾക്ക് ജീവൻ പകരാൻ സാധിക്കുന്ന ഒരു പുണ്യകർമ്മം, അങ്ങനെ വേണം ഇതിനെ കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ കച്ചവടത്തിനെ, ഈ കരിഞ്ചന്തയെ, ഈ ബ്ലാക്ക് മാർക്കറ്റിനെ നമുക്ക് നേരിടാം, നമുക്ക് നശിപ്പിക്കാം. ഡോക്ടർ, ഒരു ന്യൂറോ സർജൻ എന്ന നിലയ്ക്ക് നിങ്ങളൊക്കെയാണോ ഇത് സർട്ടിഫൈ ചെയ്യേണ്ടത്? വെദർ എ പേഴ്സൺ ഈസ് ഡെഡ് ഓർ നോട്ട്? കേരള സർക്കാർ ഇതിന് കൃത്യമായ നിയമങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. അതായത് 4 ഡോക്ടർമാരടങ്ങുന്ന ഒരു സംഘം, ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ ഒരു ടീമാണ് മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുന്നത്. മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചാൽ അതിനുശേഷം മാത്രമേ നമുക്കൊരു അവയവദാനത്തിലേക്ക് പോകാൻ പറ്റൂ. അതിന് ആദ്യത്തെ നടപടി മസ്തിഷ്ക മരണം സ്ഥിരീകരിക്കുക. രണ്ടാമത് ഹാർവെസ്റ്റ് ചെയ്യുക, ഓർഗൻ ഹാർവെസ്റ്റ്. അതായത് ആ മരണാനന്തര മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചതിന് ശേഷം അവരിൽ നിന്നും അവയവം എടുക്കുക. മൂന്നാമത്തെ ഘട്ടത്തിൽ പല രോഗികൾക്ക് ഇത് മാറ്റിവെക്കുക. ഈ 3 ഘട്ടമായിട്ടാണ്. ഈ ബ്രെയിൻ ഡെഡ് ആണെങ്കിലും നമ്മുടെ ഹൃദയം ഇടിപ്പുണ്ടാവില്ലേ? പിന്നെ തിരിച്ചു വരാനുള്ള സാധ്യത 0. അതായത് മരണം 2 വിധത്തിലാണ് നിർവചിക്കപ്പെടുന്നത്. ഒന്ന് സർക്കുലേറ്ററി ഡെത്ത്, അതായത് ഹൃദയം നിൽക്കുന്നു, രക്തഓട്ടം ഇല്ലാതെ ഒരു വ്യക്തി മരണമടയുന്നു. ഇതാണ് അവസാനം നടക്കുന്ന കാര്യം. രണ്ടാമതായിട്ടാണ് മസ്തിഷ്ക മരണം. മസ്തിഷ്ക മരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവൻ നിലനിർത്തി കൊണ്ടുപോകുന്നത് മസ്തിഷ്കത്തിൽ നിന്ന് വരുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിയാണ്. അതില്ലാതാവുന്ന ഘട്ടത്തിനെയാണ് ബ്രെയിൻ ഡെത്ത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കുവാനായിട്ട് കൃത്യമായ ക്ലിനിക്കൽ, അതായത് രോഗിയുടെ കിടക്കയുടെ അരികിൽ നിന്ന് തന്നെ നമുക്ക് ചില വിദഗ്ധ പരിശോധന വഴി അത് നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റും. നിങ്ങൾ എല്ലാവരും കണ്ടു കാണും കൃഷ്ണമണി നോക്കുന്നത്. കൃഷ്ണമണിക്കകത്ത് ടോർച്ച് ലൈറ്റ് ഉപയോഗിച്ച് ഡോക്ടർ നോക്കുന്നത്. ഇത് ഏറ്റവും ആദ്യം ചെയ്യുന്നതാണ്. പിന്നീട് അതിനുശേഷം നമ്മുടെ ചുമ അല്ലെങ്കിൽ ശ്വാസം വിടുന്ന ശ്വാസമുണ്ടോ, പിന്നെ ചില വേദന കൊടുത്തുകൊണ്ട് ഉള്ള റെസ്പോൺസ്, പെയിനുള്ള വേദനയ്ക്കുള്ള രോഗിയുടെ റെസ്പോൺസ് എന്താണെന്ന് നോക്കുന്നു. കാതിനുള്ളിൽ ചില റിസപ്റ്റേഴ്സ് ഉണ്ട്, ചില ഞരമ്പുകളുണ്ട്. ഇവയെ ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഉപയോഗിച്ച് ഉദ്ദീപിപ്പിച്ച് അതിൻ്റെ പ്രവർത്തനം എന്താണ്, അതിൻ്റെ റെസ്പോൺസ്, കാലറി ടെസ്റ്റ് എന്ന് പറയും. ഇതൊക്കെ ചെയ്തതിന് ശേഷം ആപ്നിയ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് കൂടിയുണ്ട്. ആപ്നിയ ടെസ്റ്റ് എന്ന് വെച്ചാൽ ഈ മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ രോഗി വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്നത്. അപ്പോൾ ഈ അവസ്ഥയിൽ നമ്മുടെ തലച്ചോറിനെ പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നത്, അതായത് തലച്ചോറിൻ്റെ പ്രവർത്തനമുണ്ടോ എന്നറിയാനായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യണം. ആ സ്റ്റിമുലേഷൻ നടത്തുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടണം. കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂട്ടുമ്പോൾ നമ്മുടെ തലച്ചോറ് അതിനുള്ള പ്രതികരണം ഒരു ശ്വാസം വിട്ടുകൊണ്ടുള്ള ഒരു റെസ്പോൺസ്. അതില്ലെങ്കിൽ, അതായത് കാർബൺ ഡൈ ഓക്സൈഡ് കൂട്ടിയതിന് ശേഷവും ഒരു ശ്വാസ പ്രക്രിയ നടന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം രോഗിക്ക് മസ്തിഷ്ക മരണം സംഭവിച്ചു. അതൊരു ക്ലിനിക്കൽ ഡെത്ത് തന്നെയാണ്. അതൊരു ക്ലിനിക്കൽ ഡെത്ത് തന്നെയാണ്. അത് ട്രാൻസ്പ്ലാന്റ് ഓഫ് ഹ്യൂമൻ ഓർഗൻ ആക്ട് 1994 പിന്നെ അതിന് 2014 അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. അതായത് അതിനുശേഷം മസ്തിഷ്ക മരണം സംഭവിച്ചു കഴിഞ്ഞാൽ ഈ രോഗിക്ക് തിരിച്ചു വരാനുള്ള ഒരു സാധ്യതയില്ല. വിനോദ് കുമാറിലേക്ക് പോകുന്നതിന് മുമ്പ് ഡോക്ടർ ഈശ്വർ പറഞ്ഞ അതിനോട് ഒരു കാര്യം കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് IMAയും മൃതസഞ്ജീവനിയും അംഗീകരിക്കുന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പ്രൊസീജിയേഴ്സ് ചെയ്യാൻ ഡോക്ടർമാർ പലപ്പോഴും തയ്യാറാകുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് കുറച്ച് സംഭവങ്ങളിലെങ്കിലും ഇത് സർട്ടിഫൈ ചെയ്ത ഡോക്ടർമാരെ ആക്രമിക്കുകയോ അവരുടെ വീടുകളിലേക്ക് കല്ലെറിയുകയോ ചെയ്തിട്ടുണ്ട്. അതായത് അവർ തെറ്റായ മരണമാണ് റിപ്പോർട്ട് ചെയ്ത് പറഞ്ഞത്. മുമ്പേ പറഞ്ഞ മാഫിയയുടെ സ്വാധീനം ഇതിലുണ്ടോ ഇല്ലയോ എന്ന് പറയുന്നില്ല, പക്ഷേ സംശയിക്കത്തക്ക ചില കാര്യങ്ങൾ ഇതിന് പുറകിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ ആഴ്ച IMAയിൽ വെച്ച് വീണ്ടും നമ്മൾ ന്യൂറോസൈൻ്റെ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരുന്നു. മൃതസഞ്ജീവൻ്റെ ഭാഗമായിരുന്നു. അവരെല്ലാം പറഞ്ഞ ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വളരെ റിസ്ക് എടുത്തിട്ടാണ് ഞങ്ങൾ ഒരു വ്യക്തി മരിച്ചോ ഇല്ലയോ ഇനി ടെസ്റ്റെല്ലാം ചെയ്ത് തന്നെ സ്ഥിരീകരിക്കുന്നത്. ബന്ധുക്കൾ അംഗീകരിച്ചു കഴിഞ്ഞാലും പിറ്റേ ദിവസം ഞങ്ങൾക്ക് നേരിട്ടും അല്ലാതെയുമുള്ള ആക്രമണങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഒരു വിഭാഗം ഡോക്ടർമാരിപ്പം എന്തിനാണ് വേണ്ടാത്തൊരു വയ്യാവേലി എടുത്ത് പിടിക്കുന്നത് എന്നൊരു ഇതിലേക്ക് ചിന്തിച്ചു തുടങ്ങിയിരിക്കും. അത് വളരെ അപകടകരമായൊരു അല്ല, ഒരു വശത്ത് മരണം പ്രതീക്ഷിക്കുന്ന ആളുകൾ, അവരുടെ ബന്ധുക്കള്, മറുവശത്ത് അവയവം കാത്തിരിക്കുന്ന ഒരു വ്യക്തികൾ 1:6 ആയിട്ടാണ്. ഒരാൾ 4 കുടുംബങ്ങളാണ് കാത്തിരിക്കുന്നത്. എല്ലാം മരണം ദുഃഖകരമാണ്, പക്ഷേ മരണം ഇന്നോവേറ്റബിൾ ആണ്. നമ്മുടെ ജനത മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. എൻ്റെ അച്ഛന് 75 വയസ്സപ്പോൾ വൃക്കരോഗം മൂലമാണ് മരിച്ചത്. അദ്ദേഹത്തിന് ഒരു പനി വരികയും അണുബാധ ഉണ്ടാവുകയും അതിനുശേഷം വൃക്കകൾ പൂർണ്ണമായി പരാജയപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിനെ ഞാൻ ദഹിപ്പിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം 6 മണിക്കൂറിന് ശേഷം ഞാൻ അവിടെ വന്നപ്പോൾ വെറും ഒരു ഭസ്മമായിട്ട് കുറച്ച് ചാമ്പലും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ട് ഈ ചാമ്പലാവേണ്ട ഈ കാര്യങ്ങൾ മറ്റൊരു മനുഷ്യന് ജീവൻ നൽകിക്കൂടാ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഒരുപാട് ജീവിതങ്ങൾ നമുക്ക് രക്ഷപ്പെടുത്തുവാൻ സാധിക്കും. അതായത് ഒരാളിൽ നിന്നും കിട്ടുന്ന അവയവം മൂലം ഏകദേശം 6ഓളം പേർ, അതായത് 2 കണ്ണ് 2 വൃക്ക, അപ്പൊ അത് തന്നെ 4ആയി. കരൾ 5, പാൻക്രിയാസ് 1, 6, ഹൃദയം 1, 7. മിനിമം ഒരു 6 പേർക്ക്, 6 കുടുംബങ്ങളാണ്, 6 പേരല്ല, 6 കുടുംബങ്ങളെയാണ് രക്ഷപ്പെടുത്തുവാൻ സാധിക്കുന്നത്. ഇത് മനസ്സിലാക്കുകയാണെങ്കിൽ ആൾക്കാർ യാതൊരു ഭയ ആശങ്കകളോടും ഇല്ലാതെ മസ്തിഷ്ക മരണം സംഭവിച്ച ഉടനെ തന്നെ നമ്മൾ തീവ്രമായ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. എൻ്റെ അച്ഛന് തന്നെ കണ്ണ് മാത്രമേ എനിക്ക് ദാനം ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ തീവ്രമായ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്ന സമയത്തും നമുക്ക് മറ്റൊരാളെ സഹായിക്കാൻ പറ്റും, അതിനുള്ളൊരു അവസരമാണ് എന്ന് തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്ക് സമൂഹത്തോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല പുണ്യകർമ്മമാണ്. പ്രായോഗികത്തിൽ ഇതുമായിട്ടുള്ള പ്രശ്നങ്ങൾ എങ്ങനെയാണ് നേരിടുന്നത്? അല്ല, ഇവിടുത്തെ ഒരു വെല്ലുവിളി നേരത്തെ ഡോക്ടർ ഈശ്വർ പറയുന്ന പോലെ ഒരു വലിയ ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് നമ്മുടെ മുന്നിൽ ഉണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് നമ്മുടെ സമൂഹം ഇതിനെ ഒരു വികരമായി ചിത്രീകരിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ആശങ്ക. ഞാനിത് 2012 തുടങ്ങിയ അന്നോട്ട് ഞാനിത് നോഡൽ ഓഫീസർ, ഞാൻ പല ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട്, അതായത് അവയവം കിട്ടേണ്ട ആൾക്കാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്, അവയവം കൊടുക്കുന്ന ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവയവം കൊടുക്കുന്ന ഫാമിലി ഒരു വളരെ ദുഃഖകരമായ അവസ്ഥയിലാണ്, സംസാരിക്കാൻ പോലും അങ്ങനെ. അപ്പൊ ഞാൻ പല പ്രാവശ്യവും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ കിടക്കുന്ന 18-20 വയസ്സായ കുട്ടികളുടെ ബന്ധുക്കളുടെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കും വളരെ വിഷമത്തോടുകൂടിയാണ് സംസാരിക്കുന്നത്. കാരണം സിറ്റുവേഷൻ അറിയാലോ. ഞാൻ എൻ്റെ മകനും 14-15 വയസ്സ് വെന്റിലേറ്ററിൽ കിടക്കുകയും അവസരം ആ ഒരു ഡോക്ടർ വന്ന് പറയാം മസ്തിഷ്കമരണം സംഭവിച്ചു. അത് ആ റിക്കവറി ഞങ്ങൾ സാധാരണ ചെയ്യുന്ന കുറച്ച് സമയം കൊടുത്തിട്ട് അവയവദാനത്തിനെ പറ്റി പറയുള്ളൂ. അത് ആദ്യം വന്ന് പറയും നമ്മൾ ബ്രെയിൻ ഡെഡ് ആണ്, ഇനി അവൻ തിരിച്ചു വരില്ല. എന്നിട്ടൊരു 6 മണിക്കൂർ അല്ലെങ്കിൽ 10 മണിക്കൂർ അവർക്കൊന്ന് നോർമലാകാം. അതിനുശേഷം നമ്മൾ അവയവദാനത്തിന്റെ പറയുമ്പോൾ ഒരു ഷോക്കാണ് അവരുടെ മുഖത്ത്. ചില അപ്പൊ ഡോക്ടർ ഇനി മരിച്ചെന്നാണ്. അപ്പൊ നമ്മൾ മരിച്ചു, 4 ഡോക്ടർമാരും സർട്ടിഫൈ ചെയ്തു, 2 പ്രാവശ്യം സർട്ടിഫൈ ചെയ്തു. ഇനി മരിച്ചു, ഇനി അവനെ ഞങ്ങൾ വെറുതെ വെന്റിലേറ്റർ വച്ചിരിക്കുന്നുള്ളൂ, അല്ലാതെ വേറൊരു. എന്നിട്ട് ചില പാരൻസ് നമ്മുടെ കയ്യിൽ പിടിച്ചിട്ട് എന്നാൽ വേറെ ആരുടെയെങ്കിലും മകന് എൻ്റെ മകന്റെ അവയവം ഉപകാരപ്പെടട്ടെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ച് സമ്മതിക്കുന്ന സമർപ്പണം പോലെയാണ്. അതൊരു ഭയങ്കര ഫീലിംഗ് ആണ്. വിനോദ് കുമാർ ഒരു കോർഡിനേറ്റർ, മൃതസഞ്ജീവനായിട്ട് കോർഡിനേറ്റർ എന്ന നിലയ്ക്ക് വിനോദ് കുമാറിന്റെ ചുമതല എന്താ? എൻ്റെ ചുമതല ഇതുപോലെ നമ്മുടെ ഒരു അവയവം വന്നു കഴിഞ്ഞാൽ ഒരു ബ്രെയിനത്ത് ഏത് ഹോസ്പിറ്റലിലും റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഒരു കോള് വരാണ്. നമ്മുടെ ഓഫീസിൽ കോള് വന്നിട്ട് പിന്നെ അതിനുശേഷം ഈ അവയവദാനത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ നമ്മളാണ് ഒരുക്കുന്നത്. ഓഫീസിൽ നിന്നാണ് എൻ്റെ സംവിധാനങ്ങളെല്ലാം ഒരുക്കുന്നത്. അതോടൊപ്പം തന്നെ അലോക്കേഷൻ പ്രോസസ്സും ആരംഭിക്കുകയാണ് അവിടെ. അപ്പോൾ നമുക്കൊരു ലിസ്റ്റിംഗ് ഉണ്ട്, പ്രയോറിറ്റി ലിസ്റ്റ്. ഇപ്പോൾ കിഡ്നിക്കാണെങ്കിലും ലിവറിനാണെങ്കിലും ഹാർട്ടിനാണെങ്കിലും പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാവും. അതനുസരിച്ചിട്ട് ഏത് ഹോസ്പിറ്റലാണ്, ഇപ്പം 3 സോണായിട്ടാണ് നമ്മുടെ ഓഫീസിന് തിരിച്ചിരിക്കുന്നത്. ഒന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും സൗത്ത് സോണും, അതുപോലെ തന്നെ സെൻട്രൽ സോണായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജ്, നോർത്ത് സോണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അപ്പം സൗത്ത് സോണിനകത്ത് വരുന്ന ഒരു ബ്രെയിൻ ഡെത്ത് ആണെങ്കിൽ ആ സോൺ വൈസാണ് നമ്മുടെ അലോക്കേഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പം ലിവർ ആണെങ്കിലും ഹാർട്ടാണെങ്കിലും റൊട്ടേഷൻ വൈസാണ്. അപ്പം അതനുസരിച്ച് നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നു. അതിനുശേഷം ബാക്കി എല്ലാ കോർഡിനേഷനും കഴിഞ്ഞതിന് ശേഷം ബോഡി ഹാൻഡ് ഓവർ ചെയ്യുന്നവരെയുള്ള എല്ലാ പ്രോസസ്സും നമ്മുടെ ഓഫീസ് വഴിയാണ് കൈകാര്യം ചെയ്യുന്നത്. ശരി ഡോക്ടർ സി, നമുക്ക് ഈ
അവയവം ദാനം ചെയ്യുന്നതിനെ കുറിച്ച് ഇപ്പം ഡോക്ടർ നോബിൾ പറഞ്ഞതുപോലെ പത്രങ്ങളിലൊക്കെ വലിയ വാർത്തകളാണ് വരുന്നത്. ഒരാളുടെ മരണം 7 കുടുംബങ്ങൾക്കും 7 ജീവനും അത് നൽകി എന്നൊക്കെ പറഞ്ഞിട്ടേ, ഇതൊക്കെ ആയിട്ടും ഒരു സാമൂഹ്യമായ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണോ? എല്ലാവരും ഇതിനെപ്പറ്റി ഇപ്പം അവെയറാണ്. ഇതേപ്പറ്റി അറിയാത്ത ആരും തന്നെ ഇല്ല. പക്ഷെ പത്രങ്ങൾ ഒരു സമയത്ത് ഈ വാർത്ത കൊടുക്കുന്ന പോലെ തന്നെ ഇതിനെപ്പറ്റിയുള്ള നെഗറ്റീവായിട്ടുള്ള വാർത്തകൾ, വളരെ തെറ്റായ വാർത്തകൾ, അതിനും തുല്യമായ ഒരു പ്രാധാന്യം പത്രം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഉദാഹരണത്തിന് ചില സിനിമകൾ, അതുപോലെ ചില നോവലുകൾ ഒക്കെ വളരെ ഒരിക്കലും കേരളം സംഭവിച്ചിട്ടില്ലാത്തതോ സംഭവിക്കാൻ പാടില്ലാത്തതോ അല്ലെങ്കിൽ സംഭവിക്കുകയില്ല എന്ന് നമുക്ക് പ്രതീക്ഷയുള്ള സംഭവങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് അതിൻ്റെ പേരിൽ വളരെ തെറ്റായ, ഇപ്പം ഡോക്ടർ നോബിൾ പറഞ്ഞതുപോലെ ഓരോ വ്യക്തിയും അവരുടെ കുടുംബത്തിന് പ്രധാനമാണ്. അപ്പം അറിയാതെയെങ്കിലും ഇതിനു വേണ്ടി അവരെ കൊല്ലുന്നു എന്നൊരു സന്ദേശം പോയി കഴിഞ്ഞാൽ ഒരു കുടുംബവും തയ്യാറാവില്ല. കാര്യം അവരുടെ ഭയമാണ്, മകൻ മരിക്കാൻ കിടക്കുന്നു, ഇനി ഒരു 3.5 മണിക്കൂർ ശ്രമിച്ചാൽ അവർ രക്ഷപ്പെടുമായിരിക്കാം. അതിനു മുമ്പ് ഡോക്ടർമാർ ചേർന്നിട്ട് ഇവനെ കൊന്ന് അവയവമെടുക്കുന്നു, ഇതെടുത്ത് വിൽക്കുന്നു. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഏറ്റവും രസകരമായ വശം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇടയ്ക്കൊന്ന് ലോറി അടിച്ച ആൾക്കാരെ കൊല്ലുന്നു, അവയെടുത്ത് അവിടെ ഇങ്ങനെ ചന്ത വിൽക്കുന്ന പോലെ വിൽക്കുന്നുള്ളത്. ഇതൊക്കെ ഒരിക്കലും സംഭവിക്കും. കാരണം ഒരവയവം ആദ്യം ചേരുന്നതാണെന്ന് അറിയണം. അതിനൊരു വളരെ വലിയൊരു മെഡിക്കൽ ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് ഈ അവയവം ഫിറ്റ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വളരെ എക്സ്പെർട്ടൈസ് വേണ്ട ഒരു സർജറിയാണ്. അത് എല്ലാ ചാനലും കേരളത്തിൽ തന്നെ ആകപ്പെടെ 10-15 സെന്ററുകൾ ചെയ്യുള്ളൂ. അത്ര എക്സ്പെർട്ട് ഡോക്ടേഴ്സ് കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇത് അവർ മണിക്കൂറുകൾ ചെന്നിട്ട് ഓരോ രക്തക്കുഴലും സൂക്ഷ്മമായിട്ട് പിടിപ്പിച്ചെങ്കിൽ മാത്രമേ ഈ സാധനം പ്രവർത്തിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ സാധാരണ ഒരു ആശുപത്രിയിൽ വെച്ചിട്ട് ഏറ്റവും കഥയാണ് അപ്പൻഡിക്സ് തുറന്ന് കിഡ്നി എടുത്തു. ഒരിക്കലും ടെക്നിക്കൽ അപ്പൻഡിക്സ് എവിടെ ഇരിക്കുന്നു, കിഡ്നി എവിടെ ഇരിക്കുന്നു, ഏറ്റവും എക്സ്പെർട്ടായ ഡോക്ടർ പോലും ഈ അപ്പൻഡിക്സ് തുറന്നിട്ട് കിഡ്നി നോക്കത്തില്ല, അങ്ങനെ കിഡ്നി ഉപയോഗിക്കാൻ നോക്കത്തില്ല. കാരണം ഇത് വളരെ സൂക്ഷിച്ച് നമ്മൾ ആ കിഡ്നി കാണുന്ന ആദ്യം ഐസിട്ട് പാക്ക് ചെയ്ത് അത് കഴിഞ്ഞ് കിഡ്നി രക്തക്കുള്ള തുറന്ന് അതിലേക്ക് ചില കിഡ്നിക്ക് പുറത്തേക്ക് കുറേയൊക്കെ ചില സൊല്യൂഷൻസ് പാസ് ചെയ്ത് ഇത് പൂർണ്ണ ഐസിൽ പാക്ക് ചെയ്ത് നമ്മൾ പുറത്തെടുക്കുന്നത് പോലും അത്ര കെയർഫുള്ളായിട്ട് ഇത് സ്വീകരിക്കാൻ സ്പെഷ്യലൈസ്ഡ് പരിശീലനം ലഭിച്ച ഒരു ഡോക്ടർ നെഫ്രോളജിസ്റ്റ് കൂടെ ഉണ്ട്. അങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്യുന്ന ഓപ്പറേഷനാണിത്. അതിവിടെ വളരെ കാഷ്വലായിട്ട് നമ്മൾ നോവലിലൊക്കെ പറയുന്നത് പോലെ ഒരു 1 മാൻ ക്ലിനിക്കിൽ ഒരു ചെറിയ ഹോസ്പിറ്റലിൽ കൊണ്ട് കയറ്റി അപ്പൻഡിക്സ് തുറന്ന് കിഡ്നി എടുത്തു, അടുത്താക്കി എടുത്ത് കൊടുത്തു, 10 ലക്ഷം രൂപ വാങ്ങിച്ചു, അല്ല 100 ലക്ഷം 1 കോടി രൂപ വാങ്ങിച്ചു. ഇത്തരം കഥകൾ സമൂഹത്തിൽ പ്രത്യേകിച്ചും ഡോക്ടർ നോബിൾ പറഞ്ഞതുപോലെ ഒരു മരണമുണ്ടാകുന്ന ഒരു കുടുംബത്തിൻ്റെ ഒരു ഷോക്കുണ്ട്. അവരിലേക്ക് ഈ കഥകൾ പെട്ടെന്ന് കയറും. നമ്മുടെ സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിൽ ഒരു ഫുൾ പേജ് നിങ്ങൾ ഇതിൻ്റെ ഗുണം പറയുമ്പം അതിൻ്റെ ഏറ്റവും ചെറിയൊരു വാർത്ത മതി നെഗറ്റീവായിട്ടുള്ളത്. ആ വാർത്തയ്ക്കായിരിക്കാം ആ ഒരു കുടുംബത്തിൽ ഏറ്റവും പ്രാധാന്യം ഉണ്ടാകുന്നത്. അപ്പം മാധ്യമങ്ങൾ ഇത് മനസ്സിലാക്കണം, ഇതിൻ്റെ പ്രാധാന്യം. ഒരു മരിക്കുന്നൊരു വ്യക്തിയിൽ നിന്നും 6-7 വ്യക്തികൾ പുനർജീവിക്കുകയാണ്. അപ്പം ഏറ്റവും വന്ന് നിൽക്കുന്നത് മാറ്റിവെച്ച ഗർഭപാത്രത്തിൽ നിന്നും അടുത്ത തലമുറയുണ്ടായി. അപ്പം അടുത്ത തലമുറ പോലും ഉണ്ടാകുന്ന ലെവലിലേക്ക് ഇത് മാറിയിരിക്കുന്നു. അപ്പോൾ സമൂഹം ഇത് ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. വട്ടമേശ ചർച്ച ചെയ്യുന്നത് അവയവ മാറ്റം, കേരളത്തിൽ അവയവ മാറ്റം നേരിടുന്ന പ്രശ്നങ്ങൾ. അതിൽ ഭീകരമായി ഒരുപക്ഷെ വട്ടമേശയുടെ ചരിത്രത്തിൽ ഇത്ര വികാരപരമായൊരു വിഷയം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അതിൻ്റെ പിന്നാമ്പുറത്തെ വലിയ കച്ചവടം, ഏതാണ്ട് 100 കോടിയോളം രൂപയുടെ കിഡ്നി കച്ചവടം, വട്ടമേശയിലെ ഈ വിഷയത്തിൻ്റെ അടുത്ത ഭാഗം അടുത്ത ആഴ്ച ഇതേ സമയം പങ്കെടുക്കുന്നത് ഡോക്ടർ RC ശ്രീകുമാർ, ഡോക്ടർ ഈശ്വർ, ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ്, വിനോദ് കുമാർ.